ഗൈസ്, ഐ ലീഗ് ശരിക്കും ഒരു ദൃശ്യം മോഡൽ ക്ലൈമാക്സിലേക്കാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച മത്സരം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചർച്ചിൽ ബ്രദേഴ്സിനൊരു വലിയ സാധ്യതയുണ്ട്. കാരണം 2 പോയിന്റ്സിൻ്റെ ലീഡുണ്ട്, 3 മാച്ച് ഡേയ്സേ അവശേഷിക്കുന്ന ഒരു സാഹചര്യമുള്ളൂ എന്ന നിലയ്ക്കൊക്കെ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് 4 നിൽക്കുന്ന ടീമുകൾക്കൊക്കെ തന്നെ വിജയിക്കാൻ സാധിച്ചു, ചർച്ചിലിന് ഒഴികെ. ചർച്ചിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുള്ളതാണ്, ശ്രീനിക്കെതിരെ നടന്നിട്ടുള്ള മത്സരം ഒരു സമനിലയായി പോയി. അതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിലെ പോയിന്റ്സ് നോക്കുന്ന സമയത്ത് ചർച്ചിലിന് 37, ഇന്റർകാഷിക്ക് 35, റിയൽ കാശ്മീരിന് 32, ഗോകുലത്തിന് 31 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതൊന്ന് മാറി മറിയുന്നു. ചർച്ചിലിന് 38, ഇന്റർകാഷിക്ക് സെയിം 38 പോയിന്റ്, റിയൽ കാശ്മീർ 35, ഗോകുലത്തിന് 34 പോയിന്റുമാണ് എന്നുള്ളതാണ്. അതായത് നിലവിലിപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സിനും ഇന്റർകാഷിക്കും ഒരേ പോയിന്റാണുള്ളത്, ഒരേപോലെ സാധ്യതയുണ്ട്. അതുമാത്രമല്ല അടുത്ത മത്സരം ഇരുവരും കളിക്കാൻ പോകുന്നത് പരസ്പരം ആണ് എന്നുള്ളതും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതൊരു ഡിസൈഡറായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആ ഒരു മത്സര ബലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മത്സരം കഴിഞ്ഞ് ചർച്ചിൽ നേരിടേണ്ടത് റിയൽ കാശ്മീരിനെയാണ്. അതും റിയൽ കാശ്മീരിൻ്റെ ഹോമിൽ പോയി. അത് കുറച്ച് ടഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഇന്റർകാഷിക്ക് ഈ ഒരു മത്സരം വിജയിച്ച് കഴിഞ്ഞാൽ ഒരു സാധ്യത കുറച്ചും കൂടി ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇന്റർകാഷിയുടെ അടുത്ത മത്സരം രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെയാണ്. അതും ഇന്റർകാഷിയുടെ ഹോമിലാണ് ആ ഒരു മത്സരം കളിക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ചർച്ചിൽ ബ്രദേഴ്സിനും ഇന്റർകാഷിക്കും തന്നെയാണ് ഏറ്റവും സാധ്യതയുള്ളത്. അവർ തമ്മിൽ കളിക്കാൻ പോകുന്ന മത്സരം ഒരു ക്രൂഷ്യലാകുകയും ചെയ്യും. ഇനി റിയൽ കാശ്മീരിന് സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം 35 പോയിന്റ് അവർക്കുണ്ട്, 3 പോയിന്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ എന്താണ് സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർകാഷിയും അതുപോലെ ചർച്ചിൽ ബ്രദേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം ഉണ്ടല്ലോ, അത് സമനിലയാവുകയും അവസാനത്തെ മത്സരത്തിൽ ഇന്റർകാഷിയും ചർച്ചിൽ ബ്രദേഴ്സും പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാലാണ് റിയൽ കാശ്മീർ 2 മത്സരങ്ങളും വിജയിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സാധ്യതയുള്ളത്. റിയൽ കാശ്മീരിന് അവസാനത്തെ മത്സരത്തിൽ ചർച്ചിലിനെ തന്നെയാണ് നേരിടേണ്ടത്. അപ്പോൾ അവർക്ക് ആ ഒരു മത്സരം അങ്ങോട്ട് ജയിച്ചാൽ മതി. ഇന്റർകാഷി തോക്കണം. ഈ പറഞ്ഞ പോലെ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുന്ന, അതായത് ചർച്ചിൽ ബ്രദേഴ്സും ഇന്റർകാഷിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം സമനിലയാകുകയും ചെയ്യണം. ഇനി ഗോകുലം കേരളയ്ക്ക് ചാൻസ് ഉണ്ടോ? 34 പോയിന്റാണുള്ളത്, 4 പോയിന്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ചർച്ചിൽ ബ്രദേഴ്സും ഇന്റർകാഷിയും ഒക്കെ ആയിട്ട്. ഗോകുലത്തിനും മാത്തമാറ്റിക്കലി സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്താണ് ആ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർച്ചിൽ ബ്രദേഴ്സും അതുപോലെ ഇന്റർകാഷിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം സമനിലയാവുകയും അവസാനത്തെ മത്സരത്തിൽ ഇരുവരും തോക്കുകയും ചെയ്യണം. മാത്രമല്ല റിയൽ കാശ്മീർ 2 മത്സരങ്ങളുണ്ട്, ഡെംബോയ്ക്കെതിരെയും അതുപോലെ ചർച്ചിൽ ബ്രദേഴ്സിനെതിരെ. അപ്പോൾ ഡെംബോയ്ക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ പരാജയപ്പെടുകയും അതിനുശേഷം ചർച്ചിലുമായിട്ട് നടക്കുന്ന മത്സരത്തിൽ റിയൽ കാശ്മീർ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഗോകുലത്തിന് ഒരു സാധ്യത തെളിയും എന്നുള്ളതാണ്. അത് കുറച്ചൊരു വിദൂരമായിട്ടുള്ള സാധ്യതയാണ്, പക്ഷേ മാത്തമാറ്റിക്കലി ഗോകുലത്തിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇനി റെലഗേഷൻ സൈഡിലേക്ക് വരുന്നൊരു സമയത്ത് ഡൽഹി FC റെലഗേഷൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അവർ അടുത്ത സീസണിൽ ഐ ലീഗിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ്. ഇനി ഒരു ടീമും കൂടി റെലഗേറ്റ് ആകും. അത് സ്പോർട്ടിംഗ് ബംഗളൂരു അല്ലെങ്കിൽ ഐസ്വാൾ FC, ഇതിലേതെങ്കിലും ഒരു ടീമാകും. ബംഗളൂരുവിന് 20 പോയിന്റും ഐസ്വാളിന് 19 പോയിന്റുമാണുള്ളത്. അപ്പം അടുത്ത 2 മത്സരങ്ങൾ അവർക്ക് വളരെ ക്രൂഷ്യലാണ് റെലഗേഷൻ ബാറ്റിൽ ഒഴിവാക്കണമെങ്കിൽ എന്നുള്ളതാണ്. സോ ഐ ലീഗ് ഓരോ മാച്ച് വീക്സിലും ഞാൻ പറയുന്ന പോലെ ത്രില്ലിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാണെങ്കിലും ഈ ഒരു മാച്ച് വീക്കും കൂടി കഴിയുന്ന സമയത്ത് റിയൽ ക്ലൈമാക്സിലേക്ക് പോകുന്നൊരു കാഴ്ച. അപ്പം മിക്കവാറും ലാസ്റ്റ് മാച്ച് ഡേയിലായിരിക്കും കാര്യങ്ങളൊക്കെ വിധി എഴുതുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് സൈനിങ് ഓഫ്.